أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ونمكن لهم في الأرض ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون. صدق الله العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ വർഷത്തെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ ഹിജ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഹിജ്റ വർഷം ആരംഭിക്കുന്നത് മുഹറം മാസം കൊണ്ടാണ്. മുഹറം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിരിക്കുന്ന മാസം. യുദ്ധം നിരോധിക്കപ്പെട്ട മാസം, കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിൽ തന്നെ അതിൻ്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഹസൻ ബസ്രി റഹ്മഹുല്ലാ പറയുന്നുണ്ട്, ഒരു വർഷത്തെ ഹിജ്റ വർഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നതും പവിത്രമായ മാസം കൊണ്ടാണ്, അത് അവസാനിപ്പിക്കുന്നതും പവിത്രമായ മാസം കൊണ്ടാണ്. മുഹറം കൊണ്ട് തുടങ്ങി ദുൽഹിജ്ജ കൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. മുഹറവുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹത്തിന് ഒരുപാട് പഠിക്കാനും പകർത്താനും ഉണ്ട്. മുഹറം നമുക്കറിയാവുന്നതുപോലെ ഫറോവയിൽ നിന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തൻ്റെ ജനതയും രക്ഷപ്പെട്ട മാസം കൂടിയാണ് മുഹറം എന്ന് പറയുന്നത്. ഫറോവ പരാജയപ്പെട്ട ദിനം ബനൂ ഇസ്രായേൽ സമൂഹം വിജയകരമായി തങ്ങളുടെ പലായനം പൂർത്തീകരിച്ച ദിനം. കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മുഹറത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ലോകത്ത് വംശീയ ഉന്മൂലനം ഇന്ന് തുടങ്ങിയതല്ല. ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ പലപ്പോഴായി പല സ്വേച്ഛാധിപതികളും ഏകാധിപതികളുമായ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് ലോകത്ത് ജനത അനുഭവിച്ചു പോന്ന അനുഭവം കൂടിയാണ് അത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ അതിജീവിച്ച ഒരു ജനത ഈ കാലഘട്ടത്തിൽ അതിജീവനം ആഗ്രഹിക്കുന്ന ഒരു ജനതക്ക് വലിയ പ്രചോദനമാണ്. നമുക്കറിയാം, ഇന്ന് ഫറോവ ചക്രവർത്തി, അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അത് ഈജിപ്തിൽ അവസാനിച്ച ഒരു അധ്യായമല്ല. അത് ആ അധ്യായത്തിൻ്റെ തുടർച്ച ചരിത്രത്തിലുടനീളം ആവർത്തിച്ചു കൊണ്ടേയിരുന്നിട്ടുണ്ട്. ഇന്നും ആ ചരിത്രത്തിൻ്റെ തനിയാവർത്തനത്തിന് നമ്മൾ ഓരോരുത്തരും സാക്ഷികളാവുകയാണ്. മൂസാ പ്രവാചകനുണ്ടോ എന്നിടത്ത് ഒരു പക്ഷെ നമുക്ക് ചർച്ചയാവാം. അഭിനവ ഫറോമാരുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ചർച്ചയ്ക്ക് വകുപ്പില്ല. നമുക്കറിയാം, ഗസ അതിൻ്റെ ഉദാഹരണമാണ്, ലബനാൻ അതിൻ്റെ ഉദാഹരണമാണ്, വലിയൊരളവോളം മ്യാൻമർ അതിൻ്റെ ഉദാഹരണമാണ്, ഇറാൻ പോലും ഒരളവോളം അതിൻ്റെ ഉദാഹരണമാണ്. ഇങ്ങനെയുള്ളൊരു കാലത്ത് ലോകത്ത് യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പോലും ആ വംശീയതയാണ്. അതുകൊണ്ട് മുഹറം നമ്മുടെ കലണ്ടറിലെ ഒരു മാസമല്ല. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്ക് പഠിക്കാനുള്ളൊരു കഥയല്ല. നമ്മുടെ ജീവിതത്തിലെ തിക്ത യാഥാർത്ഥ്യങ്ങളോട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ആവേശവും ആത്മവിശ്വാസവും ആത്മാഭിമാനവും പകർന്നു നൽകേണ്ടുന്ന ചരിത്രത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ മുന്നറിയിപ്പും ചുവരെഴുത്തും കൂടിയാണ് മുഹറം മാസം എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ജീവിക്കുന്ന മണ്ണ് നമുക്കൊരുപാട് നമ്മെ ആ അർത്ഥത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഈ അടുത്തു വന്ന വാർത്ത, 45 ദിവസം കൊണ്ട് 23 താഴികക്കുടങ്ങൾ തകർക്കപ്പെട്ട മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കത് വാർത്തയല്ല, കാരണം ആ വാർത്ത നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബാബരി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങൾ തകർന്നു വീഴുന്നത് ലോകത്ത് തന്നെ വാർത്തയാണ്. പക്ഷെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് 23ഓളം താഴികക്കുടങ്ങൾ, ദർഗകൾ, മദ്രസകൾ, പള്ളികൾ തകർക്കപ്പെടുന്നത്, ബുൾഡോസർ രാജ് മുഖേന തകർക്കപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർത്ത പോലും അല്ലാതെയായി മാറിയിരുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, കൊന്നാലും തകർത്താലും തീർക്കാവുന്നതല്ല യഥാർത്ഥത്തിൽ അതിനെ, അല്ലെങ്കിൽ അത് രൂപപ്പെട്ടു വന്ന, അത് ഉയരെടുത്ത
ദീൻ എന്ന വലിയൊരു സന്ദേശം മുഹറം നമുക്ക് നൽകുന്നുണ്ട്. ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ചരിത്രത്തിൽ വംശീയ ഭീകരത വലിയ നാശം വിതച്ചിട്ടുണ്ട്. ഫറോവ ചക്രവർത്തി ആണ് മുഹറത്തിൻ്റെ ചരിത്ര താളുകളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠന വിധേയമാക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് താന്തൂന്നിയായിരുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ തന്ത്രമായിരുന്നു. കമ്മ്യൂണൽ പോളറൈസേഷൻ ഖിബ്തി സമൂഹത്തെയും അതുപോലെ തന്നെ ബനൂ ഇസ്രായേൽ സമൂഹത്തിനുമിടയിൽ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്നത്. ഖിബ്തി വംശീയത അദ്ദേഹം ആളിക്കത്തിച്ചിരുന്നു. ബനൂ ഇസ്രായേൽ സമൂഹത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്നതിനുള്ള എല്ലാ പദ്ധതികളും ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കഥയിലൂടെ പോകാൻ, ഒരുപാട് ഖുത്ബകളിൽ നമുക്ക് ആ കഥയിലൂടെ പോകാം. പക്ഷേ അതിൻ്റെ കഥയിലൂടെ പോകുന്നതിന് പകരം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് മാത്രം സൂചന നൽകാനാണ് ആഗ്രഹിക്കുന്നത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്ന ഫിറഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദഇഫു ത്വായിഫത്തൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. കുഴപ്പക്കാരനായ ഫറോവ ചക്രവർത്തി രണ്ടാം കിട പൗരന്മാരായി ബനൂ ഇസ്രായേൽ സമൂഹത്തിനിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ചു. ഖുർആൻ പറയുന്നത് വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദഇഫു ത്വായിഫത്തൻ മിൻഹും, അഥവാ അവർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ചു. എന്നിട്ട് ബനൂ ഇസ്രായേൽ സമൂഹത്തെ രണ്ടാം കിട പൗരന്മാരാക്കി, അവർ ദുർബലരാക്കി മാറ്റി. അവരിലെ കുഞ്ഞുങ്ങളെ അവർ കൊന്നൊടുക്കി, വംശഹത്യ നടത്തി. ഇത് ഖുർആൻ പറയുന്ന വാക്യമാണ്. അതുപോലെ തന്നെ അവരിലേക്കുള്ള പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, വലഖദ് അർസൽനാ മൂസാ ബി ആയാതിനാ നഖ്രിജ ഖൗമക മിന ദുലുമാതി ഇലൻ നൂർ വദക്കിർഹും ബി അയ്യാമില്ലാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. ഇങ്ങനെയുള്ള ഈ ഒരു ജനതയിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഞാൻ എൻ്റെ ദൃഷ്ടാന്തങ്ങളുമായി അയച്ചു ആ ജനത ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ, ബനൂ ഇസ്രായേൽ സമൂഹത്തെ അവരകപ്പെട്ടിരിക്കുന്ന ഇരുട്ടിൽ നിന്ന് ഹിദായത്തിലേക്ക് നയിക്കാൻ. എന്നിട്ട് പറയുന്നുണ്ട് വദക്കിർഹും ബി അയ്യാമില്ല, അള്ളാഹുവിൻ്റെ ദിനങ്ങളെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കാൻ. പണ്ഡിതന്മാർ പറയുന്നത് ബി അയ്യാമില്ല എന്ന പ്രയോഗം ചരിത്രത്തിലെ ഒരുപാട് കഴിഞ്ഞുപോയ പാഠങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ബനൂ ഇസ്രായേൽ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പറയുന്നത് പോലെ തന്നെ അവരുടേതുൾപ്പെടെയുള്ള പാഠം നമുക്ക് ബാധകമാണ്. എന്നൊരു ഖുർആൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഇന്ന ഫീ ദാലിക ലആയത്തിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ, ക്ഷമയുള്ളവർക്കും നന്ദിയുള്ളവർക്കും കൃതജ്ഞതയുള്ളവർക്കും അതിനകത്ത് പാഠമുണ്ട് എന്ന്. പക്ഷേ പിന്നീട് അവർക്കിടയിലുള്ള സംവാദങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ചരിത്രത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അവസാനം ഖുർആൻ പറയുന്നുണ്ട്, വഅൻജയ്നാ മൂസാ വമൻ മഅഹു അജ്മഈൻ സുമ്മ അഗ്റഖ്നാ അൽ-ആഖിരീൻ ഇന്ന ഫീ ദാലിക ലആയതൻ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവ ചക്രവർത്തിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും രക്ഷിക്കുന്നുണ്ട്, കൂടെയുള്ള ആളുകളെ മുക്കി കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നത് ഇന്ന ഫീ ദാലിക ലആയതൻ, അവർക്കിതിൽ ദൃഷ്ടാന്തമുണ്ട്. കാരണം അവരിത് കണ്ട ഘട്ടത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, വജാവസ്നാ ബൈ ബനി ഇസ്രായീൽ ബഹ്റ ഫഅത്ബഅഹും ഫിർഔനു വജുനൂദഹു ബഅയൻ വഹദ്വൻ. ശത്രുതയോടുകൂടി പിന്നെ ഇസ്രായേൽ സമൂഹം അള്ളാഹുവിൻ്റെ പ്രവാചകനെ പിന്തുടരുന്ന ഘട്ടത്തിൽ അവർ കടൽ മുറിച്ച് കിടക്കുന്ന ഒരു ഘട്ടം പറയുന്നുണ്ട്. അപ്പോൾ ചെങ്കടൽ പിളർത്താൻ വേണ്ടിയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അമാനുഷികമായ കഴിവ് കൊണ്ട് ആ അർത്ഥത്തിൽ ചെങ്കടൽ പിളർത്തുമ്പോൾ രണ്ട് ഭാഗത്ത് കടൽ പിളർന്നു നിൽക്കുകയും അവർക്ക് നടന്നു പോകാനുള്ള നനവില്ലാത്ത മണ്ണ് രൂപപ്പെട്ടു വരികയും ചെയ്തപ്പോൾ ഫറോവയും ചക്രവർത്തിയും അതിൽ നിന്നും അവർ പഠിച്ചില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വമാ കാന അക്സറു മുഅ്മിനീൻ, അതിനുശേഷവും അവർ പഠിച്ചില്ല എന്നുള്ളതാണ്. എന്നതിന് ശേഷമാണ് ഖുർആൻ പറയുന്നത് അവർ മുറിച്ചു കിടക്കുമ്പോൾ അവരെ മുക്കിക്കളയുന്നത്. ഹത്താ ഇദാ അദ്റകഉൽ ഗർഖ ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീല വഅന മിനൽ മുസ്ലിമീൻ. അത് കഴിഞ്ഞിട്ട് ഫറോവ ചക്രവർത്തി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നുപോയ വഴികളിൽ മുങ്ങുമ്പോഴാണ് ഞാൻ മൂസയുടെ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. അവസാന ഘട്ടത്തിലാണ് പ്രഖ്യാപിക്കുന്നത്. ഈ കഥ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ സാമൂഹ്യ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് 1+1 2 എന്നതുപോലെ 2+2 4 എന്നത് പറയുന്ന പോലെ ഗണിതശാസ്ത്രപരമല്ല. സാമൂഹ്യ മാറ്റത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത്, ഘടകങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കണക്കാക്കുന്നതിൽ അപ്പുറമുള്ള ഒരുപാട് ഘടകങ്ങൾ ഉൾച്ചേർന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭൗതിക സന്നാഹങ്ങളിൽ ഒന്നും ഫറോവ ചക്രവർത്തിക്ക് കുറവുണ്ടായിരുന്നില്ല. പണമുണ്ടായിരുന്നു,
അതുപോലെ തന്നെ അധികാരമുണ്ടായിരുന്നു, ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, ഒരു വലിയ വംശീയമായ ഒരു ജനവിഭാഗത്തിൻ്റെ പിൻബലം ഉണ്ടായിരുന്നു. ഖാറൂൻ മുതലാളി കൂടെ ഉണ്ടായിരുന്നു. ഖാറൂൻ മുതലാളി എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അതുപോലെ തന്നെ ഖാറൂനിൻ്റെയും ബാപ്പമാർ സഹോദരന്മാരായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പിതൃ സഹോദര മക്കളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ചരിത്ര പശ്ചാത്തലത്തിൽ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളോട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഫറോവ ചക്രവർത്തി ഈ പറയുന്ന സ്വഭാവത്തോടു കൂടിയുള്ള വംശീയ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നത്. കാര്യകാരണ ബന്ധത്തിൻ്റെ ലോകത്ത് ഭൗതിക സന്നാഹങ്ങളുടെ പിൻബലത്തിൽ ഫറോവ എന്ന് പറയുന്ന വലിയ ഒരു ഭരണകൂടത്തിൻ്റെ പിൻബലമായി അല്ലെങ്കിൽ പിന്തുടർച്ചയായി വന്ന ഭരണകൂടത്തിൻ്റെ അന്ത്യം പ്രഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രവചിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിരുന്നില്ല. പക്ഷെ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഅ അലൈഹി വഅതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വതി ഇദ ഖാല ലഹു ഖൗമുഹു ലാ തഫ്റ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫാരിഹീൻ. കൂടെ ഉണ്ടായിരുന്ന ഖാറൂൻ സമുദായത്തിൽപ്പെട്ട ആളാണ്. അതും ചരിത്രത്തിന്റെ ചുവരയത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഏത് കാലഘട്ടത്തിലും ഏത് വംശീയ ഭ്രാന്തന്മാർക്കും മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള മഴുത്താഴകൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പർച്ചേസിങ് കപ്പാസിറ്റിയുള്ള ഭരണകൂടങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും നമുക്ക് കാണാവുന്നതാണ്. ലോകത്തുണ്ട്, രാജ്യത്തുണ്ട്, നമുക്കൊക്കെ ചുറ്റുമതുണ്ടാകും. സ്വാഭാവികമായും ആ കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ബനൂ ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട പ്രതിനിധിയാണ് ഖാറൂൻ മുതലാളി. ആ ഖാറൂൻ മുതലാളിയെ കുറിച്ച് പറയുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്, അയാൾ വലിയ ധിക്കാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഭണ്ഡാരങ്ങളുടെ താക്കോൽ കൂട്ടം ചുമക്കാൻ വലിയ വലിയ മല്ലന്മാർക്ക് പോലും സാധിക്കാത്തത്ര താക്കോൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കാലലഹു ഖൗമുഹു ലാ തഫ്റ, അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അടിച്ചമർത്തപ്പെട്ട ജനത അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ലാ തഫ്റ, മതിമറക്കല്ലേ ഖാറൂൻ അങ്ങ് മതിമറക്കരുത്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫാരിഹീൻ, അങ്ങനെ മതിമറക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിൽ ആ ഖാറൂനും അതുപോലെ തന്നെ ആ സംവിധാനങ്ങളുമെല്ലാം തകർക്കപ്പെടുന്ന ചരിത്രം നമുക്ക് മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ പശ്ചാത്തലത്തെ കൂടി വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുളൈഫു ഫിൽ അർളി വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുമുൽ വാരിസീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മർദ്ദിത ജനതയെ കാലാകാലം മർദ്ദിതരായി പൂർണ്ണമായി നാമാവശേഷമാക്കി ഇല്ലാണ്ടാക്കി കളയുക എന്നുള്ളതല്ല അള്ളാന്റെ സുന്നത്ത്. ഖുർആൻ പറയുന്നത്, വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുളൈഫു ഫിൽ അർളി, ഭൂമിയിൽ ദുർബലരായി ജനവിഭാഗത്തോട് ഞാൻ ആഗ്രഹിക്കുന്നത് വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുമുൽ വാരിസീൻ, അവരെ ഭൂമിയുടെ നേരവകാശികളാക്കാനും അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹിദായത്തിന്റെ നെടുനായകത്വത്തിൽ കൊണ്ടുവരാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്സറൂൻ. ഫറോവയും അതുപോലെ തന്നെ ഹാമാനും എന്താണോ ഭയപ്പെടുന്നത്, ഹാമാൻ ആ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മന്ത്രിയാണ്, എന്താണോ ഭയക്കുന്നത് ആ ഭയക്കുന്നത് തന്നെ ഈ ജനതക്ക്, ഈ മർദ്ദിത ജനതക്ക് കൊടുക്കാനും അവരെ നുമക്കിൻ എന്നാൽ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അവിടെ സ്ഥാപിച്ചെടുക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ബനൂ ഇസ്രായേൽ സമൂഹത്തെ മുൻനിർത്തി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മുൻനിർത്തി, ഫറോവയെ മുൻനിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സിദ്ധാന്തം, ഒരു തത്വം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു മർദ്ദിത ജനത എന്ന് പറഞ്ഞാൽ എക്കാലഘട്ടത്തിലും അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ട് മർദ്ദിതരായിക്കൊണ്ട് കഴിഞ്ഞുകൂടുക എന്നുള്ളതല്ല, അവരിലേക്ക് ഭൂമിയുടെ നേരാവകാശം പകർന്നു കൊടുക്കുക, അവരതിന് യോഗ്യരാക്കുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ സുന്നത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൽ ഫറോവ അവസാനിച്ചു, പക്ഷേ ഇസ്ലാം ഈജിപ്തിൽ അവസാനിക്കുകയല്ലേ ചെയ്തത്. ഇന്ന് ലോകത്ത് സമൂഹത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദർശനമായി ഇസ്ലാം നമ്മുടെ മുമ്പാകെ ഉണ്ട് എന്നുള്ളതാണ്. സമകാലിക സംഭവങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞ സമവാക്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇന്ന് നടക്കേണ്ടത് എന്ത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ആലോചിച്ചു പോകുന്നത്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാട്ടിലുള്ള ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, ചായക്കടയിൽ പോവാണ്, അല്ല ചായ കുടിച്ചില്ലേ? ഇല്ല, ഇന്ന് ചായക്കടയിൽ ചായയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കേൾക്കുന്നത് ഹോട്ടലിൽ ചോറില്ല. അപ്പൊ എന്താ സംഭവം? ചായക്കടയിൽ ചായയില്ല, ഹോട്ടലിൽ ചോറില്ല. കാരണം എന്താണ്? ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ എൻ്റെ നാട്ടിലെ, എൻ്റെ ഗ്രാമത്തിലെ, കുഗ്രാമത്തിലെ മായിൻകാക്കാൻ്റെ ചായക്കടയിലെ ചായ നിലക്കും എന്ന് പറയുന്നതിലെ ഒരു ഘടകം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ ഒരുപാട് ഘടകങ്ങൾ സാമൂഹ്യ ജീവിതത്തിൻ്റെയും ലോകത്തെ വലിയ ശക്തികൾ എന്ന് പറയുന്ന അവരുടെ ശക്തിയുടെയും ദൗർബല്യത്തിൻ്റെയും ഒക്കെ ഘടകങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ്.
ഒരു ഭാഗത്ത് നിങ്ങൾ ലോക മാപ്പ് എടുത്ത് നോക്കിയാൽ ഇവിടെ ഷെർക്ക്, ഇവിടെ ഹൊറബ്, അതുപോലെ മശരിക്ക് മഗ്രിബ്, ഈ രണ്ട് സ്ഥാനത്തിനും ഇടക്കാണ് മിഡിൽ ഈസ്റ്റുകൾ കാണാം. ലോക മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഷെർക്ക് ഉണ്ട്, ഇവിടെ ഹൊറബുണ്ട്, മിഡിലാണ്. മക്കയും അതിൻ്റെ മിഡിലാണ്. ഈ മിഡിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ഈ ഭൗമിശാസ്ത്രപരമായ അതിൻ്റെ കിടപ്പും നിലനിൽക്കുന്ന ജയപരാജയങ്ങളുടെ ചരിത്രവും ഗസയുടേതാണെങ്കിലും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന ഇറാനിൻ്റെതായും ഒക്കെയാണ് ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, മുഹറം എന്ന് പറയുന്ന മാസത്തിൽ ബനു ഇസ്രായേൽ എന്ന് പറയുന്ന സമുദായത്തിന് മാത്രമല്ല, ഈ മാസത്തിൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ നമുക്ക് പഠിക്കാനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ. ഇതെന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ജനത ആത്മനിന്ദയിൽ അതുപോലെ തന്നെ ഇർത്തിദാദിലേക്കൊക്കെ പോകാതിരിക്കണമെങ്കിൽ ആ ജനതയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചരിത്രമാണ്. അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ തുടർച്ചയായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുമുള്ള ശേഷിയാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഊർജം എന്ന് പറയുന്നത്. എല്ലാം തകർന്നാലും ഒരു ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെ സ്ട്രെങ്ത് ആയിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് എന്ന് മുഹറം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തകർന്നടിഞ്ഞ ഒരുപാട് നാഗരികതകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽപ്പെട്ടത് തന്നെയാണ് ഈ പറയുന്ന ജനത എന്ന് പറയുന്നത്. പ്രവാചകന്മാരുടെ രീതിശാസ്ത്രത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പ്രവാചകന്മാർ തോറ്റവരല്ല, ഞാൻ പറയുക പ്രവാചകന്മാർ വിജയിച്ചവരാണ്. കാരണം പ്രവാചകന്മാരാണ് ഇന്നും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് നമ്മൾ പറയുന്നുണ്ട്. സലാമത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. നേരെമറിച്ച് അവരുമായി ബന്ധപ്പെട്ട മറുഭാഗം നമ്മുടെ മുമ്പിൽ ചരിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ധിക്കാരം കാണിച്ച നാഗരികതകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാവുന്നതാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദി ഇറമദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ് അല്ലദീന ജാബു സഖറ ബിൽ വാദ് വഫിറഔന ദിൽ ഔതാദ് അല്ലദീന തൗ ഫിൽ ബിലാദ് ഫഅക്സറു ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. ഒരുപാട് നാഗരികതകളെ കുറിച്ചാണ് ഈ ചെറിയ സൂറത്തിൽ ചെറിയ വാക്യങ്ങൾ സുന്ദരമായിട്ട് ഖുർആൻ പറയുന്നത്. ഒരു ജനതയെക്കുറിച്ച് മാത്രമല്ല, നിരവധി നാഗരികതകളെ കുറിച്ച്, അഭിമാനം നടിച്ച നാഗരികതകളെ കുറിച്ച്, ലോകത്ത് വളർച്ചയുടെ ഉത്തുംഗതയിലെത്തിയ നാഗരികതകളെ കുറിച്ച്, തകരുമെന്നൊരിക്കലും വിചാരിക്കാത്ത നാഗരികതകളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ ആദ സമൂഹത്തെക്കുറിച്ച്, നിങ്ങൾ കണ്ടില്ലേ സമൂദ് ഗോത്രത്തെക്കുറിച്ച്, നിങ്ങൾ കണ്ടില്ലേ പിന്നെ ഈ ഫറോവയുടെ ജനതയെക്കുറിച്ച്, നിങ്ങൾ കണ്ടില്ലേ അവരെല്ലാവരും ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിച്ചവരാണ്. അല്ലദീന തവൗ ഫിൽ ബിലാദ്, അവരെല്ലാവരും ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിച്ചവരാണ്. ഫഅക്സറു ഫീഹൽ ഫസാദ്, അവർ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിച്ചവരാണ്. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അവർക്ക് മേൽ നാഥൻ അതിൻ്റെ അന്തിമമായ പരിണതി എന്താണോ അത് അവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ആ അധ്യായം അവിടെ അവസാനിക്കുന്നതല്ല, ചരിത്രത്തിന്റെ വഴിത്താരയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പതിയിരിക്കുന്നുണ്ട് എന്ന് കൂടെ നമ്മൾ പഠിപ്പിക്കാൻ. ഇതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ട് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു ചരിത്രത്തെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ആ ചരിത്രത്തിൻ്റെ നാളുവഴികളിൽ വഴിത്താരയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മിർസാദ്, അല്ലാഹു നമ്മെ കാത്തിരിക്കുന്നുണ്ട്, നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. എല്ലാം നമ്മുടെ കരങ്ങളിലുള്ള കറൻസി കൊണ്ടോ നമ്മുടെ കയ്യിലുള്ള ഡോളർ കൊണ്ടോ നമ്മുടെ കയ്യിലുള്ള സേന കൊണ്ടോ തീർക്കാവുന്നതല്ല. അതിനപ്പുറത്തുള്ള ഒരുപാട് ഘടകങ്ങൾ കൂടിയായി ബന്ധപ്പെട്ടാണ് ലോകത്തിന്റെ കിടപ്പ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇർത്തിദാദ്, ആത്മനിന്ദ എന്ന് നമുക്ക് സംഭവിക്കാൻ പാടില്ല. എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാഴ്ച ഞാൻ ഈ അടുത്ത് കണ്ടത്, യുപിയിലോ മറ്റോ ഒരു അമ്പലമുറ്റത്ത് അന്നദാനം നടക്കുന്നുണ്ട്. അന്നദാനം വ്യത്യസ്ത മതങ്ങളിൽ വ്യത്യസ്ത സ്വഭാവത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ദീനും അതിൻ്റെ തൗഹീദും ഞാൻ അതിലേക്കല്ല ഇപ്പോൾ പ്രവേശിക്കുന്നത്. അന്നദാനം നടക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം തോന്നിയത് ആ അന്നദാനം നടക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വിശന്നിട്ടായിരിക്കുമല്ലോ. ഈ അന്നദാനം നടക്കുന്നിടത്തൊന്നും മതം ഉണ്ടാകാറില്ല. അപ്പൊ നമ്മളവിടെ നീർച്ച നടത്തുന്ന ആൾക്കാരുടെ മുമ്പിൽ എല്ലാ വിഭാഗം വന്ന് നീർച്ച ചോറ് വാങ്ങിപ്പോകും. ഇതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതിന്റെ ശരി തെറ്റി നമുക്ക് പിന്നെ ഒരു ഖുത്ബയിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ അന്നദാനം നടക്കുന്ന ഘട്ടത്തിൽ ഒരു തലയിൽ കെട്ടിയ ഒരു മുഷിഞ്ഞ ഒരു പൈജാമയും കുർത്തയിട്ട, എന്നിട്ട് താടി നിരബാധിച്ച് ഏതാണ്ട് തൻ്റെ നെഞ്ചിനോളം താടി നീണ്ടു കിടക്കുന്ന നെറ്റിത്തടത്തിൽ നമസ്കാരത്തായുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് അന്നത്തിന് വേണ്ടി പാത്രം കാണിക്കുന്നുണ്ട്. പാത്രം കാണിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ജയ് ശ്രീറാം വിളിക്കണമെന്ന്. ആ മനുഷ്യൻ ജയ് ശ്രീറാം വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ആവർത്തിച്ച് ജയ് ശ്രീറാം വിളിക്കുന്നു പറയുന്നുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് ജയ് ശ്രീറാം വിളിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് പാത്രത്തിൽ ആഹാരം കിട്ടുന്നത്. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് പറയാനാണ്. അഥവാ വിശന്നൊട്ടിയ വയറുമായിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് സ്വന്തം നാടിലെ താൻ ജനിച്ച മണ്ണിൽ, തൻ്റെ തെരുവിൽ, തൻ്റെ സഹജീവികൾക്ക് മുമ്പിൽ തൻ്റെ വിശ്വാസത്തെ അടിയറ വെച്ച് താൻ ജയ് ശ്രീറാം വിളിക്കേണ്ടി വരുന്ന,
തെരുവോരങ്ങളിൽ നടക്കണമെങ്കിൽ തടയപ്പെട്ട് കഴിഞ്ഞാൽ ജയ് ശ്രീറാം വിളിക്കേണ്ടി വരുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിന് അവിടെ ഒരു ജനത തളരാതിരിക്കണമെങ്കിൽ ചരിത്രബോധം ഉണ്ടാകണം. അവിടെ ഒരു ജനത തളരാതിരിക്കണമെങ്കിൽ മുഹറം അയാളുടെ മാസത്തിലെ കലണ്ടറായാൽ പറ്റില്ല. മുഹറം അയാളുടെ കരുത്താകണം, മുഹറം അയാളുടെ പ്രചോദനമാകണം, മുഹറം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആത്മവിശ്വാസവും അയാളുടെ ആത്മാഭിമാനവുമായി മാറണം എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിലേക്കുള്ള ചേഞ്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് കലണ്ടറിലൂടെയല്ല, കലണ്ടറിൽ സൂചിപ്പിച്ച ഒരുപാട് അക്ഷരങ്ങൾക്ക് അപ്പുറമുള്ള ജീവിതത്തിൽ നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ചരിത്രത്തിലേക്ക് നമ്മൾ ദീനീപരമായി ഈ കാലഘട്ടത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രയാണം നടത്തണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വേണ്ടി ജയ് ശ്രീറാം വിളിക്കുന്ന ഒരു കാലത്ത് വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സമുദായത്തിന്റെ ഭാഗം എന്ന നിലയിലുമുള്ള പദ്ധതികളും അതുപോലെ തന്നെ ആസൂത്രണങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. ഖുർആൻ പറയുന്നില്ലേ, കുൽ സീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. എന്തിനാ അങ്ങനെ ഖുർആൻ പറയുന്നത്? അടുത്ത് ഖുർആൻ പറഞ്ഞ കുൽ നബിയെ താങ്കൾ പറയുക, സീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. കുറ്റവാളികളായ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, എന്നിട്ട് കുറ്റവാളികളായ ആളുകളുടെ അന്ത്യം എങ്ങനെയെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. മറ്റൊരു ഖുർആൻ പറയുന്നുണ്ട്, കുൽ സീറു ഫിൽ അർളി സുമ്മൻദുറു കൈഫ കാന ആഖിബത്തുൽ മുക്കദ്ദിബീൻ. മുക്കദ്ദിബീങ്ങളായ മുജിരിമീങ്ങളായ ജനതകളുടെ പരിണിതിയെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. എന്നെന്തിനാ ഖുർആൻ പറയുന്നത്? നമ്മൾ നിരാശപ്പെടാണ്ടിരിക്കാനാണ്, നമ്മൾ ആത്മാഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചരിത്രം എന്തിനാണ് ഖുർആൻ പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ, ചരിത്രത്തിൽ ഒരുപാട് ജനതയുടെ ഉത്ഥാന പതനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന വെളിച്ചത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തെ യഥാർത്ഥത്തിൽ ഊതിക്കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അപ്പൊ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത് നമുക്കുണ്ട്. ഏറ്റവും വലിയ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്? നമ്മുടെ ഐഡിയോളജി തന്നെയാണ്, നമ്മുടെ ആദർശം തന്നെയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പൊളിറ്റിക്കലി, സോഷ്യലി, അതുപോലെ തന്നെ കൾച്ചറലി, സ്പിരിച്വലി, ഹിസ്റ്റോറിക്കലി, ഇങ്ങനെ ഏത് ഭാഗം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കാൻ ഖുർആനും തിരുസുന്നത്തും ഇസ്ലാമിക ചരിത്രവും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ബാക്ക് ഫുട്ട് അടിക്കാനല്ല, യഥാർത്ഥത്തിൽ അതെല്ലാം നമുക്ക് വെളിച്ചവും ആവേശവും തരുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ, തഖദ്ദും, മുന്നോട്ട് പോകാനാണ്, മുന്നേറാനാണ്. എല്ലാം നഷ്ടപ്പെട്ടാലും ഒരു വിശ്വാസി പതറാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗസയിലൊരു വിശ്വാസി എന്താ പതറാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ നയിക്കുന്നത് ഈ ആദർശവും ഈ ചരിത്രബോധവുമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റു വഴികൾ നമ്മുടെ മുമ്പിൽ, ജനാധിപത്യത്തിന്റെ വഴിയുണ്ട്, നിയമത്തിന്റെ വഴിയുണ്ട്, അതിനൊക്കെ പരിമിതികളുണ്ട്. ഈ വംശീയ ഭ്രാന്തന്മാരെല്ലാവരുടെയും അധികാരാരോഹണം ഈ ജനാധിപത്യത്തിന്റെ കൊറിഡോറിലൂടെ തന്നെയാണ്. ജനാധിപത്യത്തിന്റെ സാധ്യതയുള്ളതോടൊപ്പം തന്നെ ജനാധിപത്യത്തിന്റെ ലിമിറ്റേഷനെ കുറിച്ച് വിസ്മരിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. ജനാധിപത്യത്തിന് സാധ്യതയുണ്ട്, ജനാധിപത്യത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. ആസാമിൽ വന്നത്, രാജസ്ഥാനിൽ വന്നത്, UP-യിൽ വന്നത്, ഇതെല്ലാം വന്നത് എങ്ങനെയാണ്? ജനാധിപത്യത്തിന്റെ സാധ്യതയിലൂടെ തന്നെയാണ്. ഈ കൊറിഡോറിലൂടെ അവർക്കും വരാം എന്നതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സാധ്യത നമ്മുടെ മുമ്പിലുള്ള സാധ്യതയാണ്. നിയമം നമ്മുടെ മുമ്പിൽ സാധ്യതയാണ്. നിയമം നമ്മുടെ മുമ്പിൽ സാധ്യതയാണെന്ന് പറയുമ്പോഴും നമ്മൾ തവക്കുൽ ചെയ്യേണ്ട ഒരു സാധ്യതയല്ല, സാധ്യതകളിൽ ഒന്നാണ്. ഞാൻ ആലോചിച്ച് നോക്ക്, സക്കരിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? 17 കൊല്ലമായി അവൻ വിചാരണ തടവുകാരനാണ്. 17 കൊല്ലം. നിങ്ങളെ മോനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. +2 കഴിഞ്ഞ ഞങ്ങൾ മോനെ കുറിച്ച് 10 കൊല്ലം മുമ്പ് ഞാൻ അവനെ ബാംഗ്ലൂർ ജയിലിൽ പോയി കണ്ടതാണ്. അബ്ദുൽ നാസർ മഅ്ദനിയെ കാണാൻ ചെല്ലുമ്പോൾ അബ്ദുൽ നാസർ മഅ്ദനിയുടെ വീൽ ചെയർ തള്ളിയൊരു പയ്യൻ വരുന്നുണ്ട്, മീശ കിളിർത്തിട്ടില്ല, ഒരു +2 കഴിഞ്ഞൊരു കുട്ടി. എന്നോട് അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറഞ്ഞു, ഇവനാണ് പരപ്പനങ്ങാടിയിലെ സക്കരിയ, ഇവനാണ് പരപ്പനങ്ങാടിയിലെ സക്കരിയ. സ്കൂൾ +2 കഴിഞ്ഞിട്ട് വെക്കേഷൻ കാലത്ത് ഒരു കടയിൽ, ഒരു സിമ്മ് കടയിൽ, അന്ന് ഈ സിമ്മ് വിൽക്കുന്ന ഈ മൊബൈൽ കടയിൽ നിന്നിട്ട് ആ കടയിൽ നിന്ന് വിൽക്കപ്പെട്ട ഒരു സിമ്മ് വേറെ ഏതോ ഒരുത്തൻ ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ പിടിച്ചിറക്കി കൊണ്ടുപോയ പയ്യനാണ്. വർഷം 17 കഴിഞ്ഞു, അവന്റെ പേരിൽ ഇതുവരെ ഇത് പ്രൂവ് ചെയ്യപ്പെട്ടില്ല, വിചാരണ പോലും കഴിഞ്ഞില്ല. ഒരു നിരപരാധിയായ ഒരു കുഞ്ഞു മോൻ 18ാമത്തെ വയസ്സ് മുതൽ ഒരു ജയിലിൽ ഒരു കുറ്റവാളിയെ പോലെ 17 കൊല്ലം കിടക്കേണ്ടി വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ മോനാകട്ടെ, നമ്മളെ കുട്ടികളൊക്കെ ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ജയിലിലടക്കപ്പെട്ടവർ എന്ന് പറയുന്നവരുടെ, UAPA ചുമത്തപ്പെട്ടവരെന്ന് പറയുന്നവരുടെ കഥ. പറയാൻ പോലും നമുക്ക് പേടിയാൻ, സംസാരിക്കാൻ പോലും നമ്മുടെ മടിയാണ്. മടിച്ചോ പേടിച്ചോ അല്ല, നമ്മൾ അതിനെയൊക്കെ അതിൻ്റെതായ ഒരു ഭാഷയിലും ശൈലിയിലും സമൂഹത്തിൻ്റെ മുമ്പാകെ സംവദിച്ചിട്ടില്ല എങ്കിൽ ഒരു ജനത, നിരപരാധികളായ ഒരു ജനത, നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാത്ത ഒരു ജനത എന്തിനാണ് പറ്റുക? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഉദാഹരണമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ CJP എന്ന് പറയുന്ന അതിൻ്റെ ഒരു ലീഡർഷിപ്പുള്ള ഒരു പയ്യൻ പറഞ്ഞല്ലോ, എൻ്റെ സ്ഥാനത്ത് ഖാലിദായിരുന്നെങ്കിൽ, എൻ്റെ സ്ഥാനത്ത്
ഖാലിദായിരുന്നെങ്കിൽ അവൻ ജയിലിലാകുമായിരുന്നു എന്ന്. അത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പൊതുബോധമായി മാറിയത് എങ്ങനെയാണ്? അഭിഷേക് എന്നോ മറ്റോ പറയുന്ന അവൻ പറയുന്നത് ഖാലിദായിരുന്നുവെങ്കിൽ ജയിലിലായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഉമർ ഖാലിദ് അവിടെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഉമർ ഖാലിദ് പൗരത്വ സമരത്തിൽ പങ്കെടുത്തതാണ്. പക്ഷെ അവൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടത് എന്താണ്? അദ്ദേഹം ഡൽഹി കലാപത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ള. തെളിയിക്കപ്പെട്ടോ? ഇല്ല. വിചാരണ തടവ് കഴിഞ്ഞോ? ഇല്ല. വിചാരണയിലാണ്. നമ്മൾ മനസ്സിലാക്കണം, എത്രയാണ് ഇവരെയൊക്കെ വയസ്സ്? പഠിക്കുന്ന കുട്ടികളാണ്. നീതിക്ക് വേണ്ടി സംസാരിച്ചതാണ്. സക്കരിയ അതുപോലുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ പോലും ഞാൻ പറയുക, നിയമത്തിന്റെ വഴികൾ നമ്മുടെ മുമ്പിലുള്ള വഴിയാണ്. ജനാധിപത്യത്തിന്റെ വഴികൾ നമ്മുടെ മുമ്പിലുള്ള വഴിയാണ്. മുസ്ലിം സംഘടനകളും നമ്മുടെ മുമ്പിലുള്ള സാധ്യതയാണ്. മുസ്ലിം സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കരുത്തുള്ള മുസ്ലിം സംഘടനകളാണ്. നല്ല കരുത്തുള്ള മുസ്ലിം സംഘടനകൾ. ഒരുപാട് മനുഷ്യരിങ്ങനെ ജയിലിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഓരോന്ന് പേര് പറയല്ല. അത്തരത്തിലുള്ള രോഗം ബാധിച്ച മുതിർന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മുസ്ലിം സംഘടനകൾ നമ്മുടെ വഴിയാണെന്ന് പറയുമ്പോഴും അത് കരുത്തുമാണെന്ന് ദൗർബല്യവുമാണെന്ന് ഞാൻ പറയാം. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സംഘടിത ശേഷി ഈ നിലനിൽക്കുന്ന സമകാലിക സാഹചര്യത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഏകോപനത്തോടു കൂടി ഒരു കമ്മ്യൂണിറ്റിയുടെ എംപവർമെന്റിനും അതിജീവനത്തിനും വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് സ്ട്രെങ്താണ്. ആദർശം നമ്പർ 1. ഒരു അഭിപ്രായ വ്യത്യാസമല്ല, ഏത് വിഭാഗം ആയിക്കോട്ടെ, ആദർശത്തോടു കൂടി സമുദായത്തെ വളർത്തുക എന്നുള്ളത് നമ്പർ 1 ആണ്. നമ്പർ 2 എന്ന് പറയുന്നത് അതിജീവന വംശീയമായ അജണ്ടയുള്ള ഒരു ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു ജനതയെ ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ അവരെ എംപവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയും ഒരുപാട് ഉണരാനുണ്ട് എന്നതാണ്. കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയ, സൊസൈറ്റി ഓറിയന്റഡ് ആയ, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സംഘടനകൾ മാറണം. സംഘടനാ ഓറിയന്റഡ് ആണ്. എല്ലാ ഒട്ടുമിക്ക മതസംഘടനവും സംഘടനാ ഓറിയന്റഡ് ആണ്. അതിനപ്പുറത്തേക്ക് ഈ കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കിക്കൊണ്ട് ആദർശ പ്രബോധനത്തോടും ആദർശവൽക്കരണത്തോടും ഒപ്പം തന്നെ കമ്മ്യൂണിറ്റിയുടെ എംപവർമെന്റ് എന്ന് പറയുന്നതിന് ശേഷിയുള്ളൊരു സമുദായമാണ് ഈ സമുദായം. പഴയതുപോലെയല്ല, എഡ്യൂക്കേഷനിൽ ശേഷിയുള്ള സമുദായമാണ്. എംപവർമെന്റിന്റെ ഒരുപാട് ടൂൾസ് കയ്യിലുള്ളൊരു സമുദായമാണ്. ആ സമുദായം അതിനെ ഏകോപിപ്പിക്കുക എന്ന് പറയുന്നതും ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുകൊണ്ട് മുഹറം കലണ്ടറിലെ ഒരു മാസമല്ല. മുഹറം എൻ്റെ ഉമ്മത്തിൻ്റെ ഇന്നത്തെ നാളത്തെ ജീവിതത്തെ പ്ലാൻ ചെയ്യുന്നിടത്ത്, രൂപപ്പെടുത്തുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പാഠപുസ്തകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹിജറ ഏറ്റവും വലിയ പാഠപുസ്തകമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, അല്ലദീന ആമനു വല യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ ഈമാനിൽ കലർപ്പില്ല എന്ന് പറഞ്ഞാൽ ഈ ദുൽമ് കലർപ്പില്ലാണ്. ദുൽമിന് ശിർക്ക് എന്നാണ് പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഈമാനിൽ അധർമ്മത്തിന്റെ കലർപ്പില്ല, ദുൽമിന്റെ കലർപ്പില്ല, എൻ്റെ ഈമാനിൽ ശിർക്കിന്റെ കലർപ്പില്ല എങ്കിൽ ഖുർആൻ പറയാണ് ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് ആരും പേടിയുണ്ടാവില്ല. കലർപ്പുണ്ടായാൽ പേടിയുണ്ടാവും മക്കളെ, കലർപ്പുണ്ടായാൽ പേടിയുണ്ടാവും. എൻ്റെ ഈമാനിൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ ശിർക്കിന്റെ അംശമില്ല, അധർമ്മത്തിന്റെ അംശമില്ല, അള്ളാഹുവാണ് എൻ്റെ എല്ലാത്തിൻ്റെയും നിയമത്തിന്റെ ഉടമ എന്ന് വന്നാൽ പിന്നീട് ഭയപ്പെടാനില്ല. ഖുർആൻ പറയാണ് വഹും മുഹ്തദൂൻ, അവർ സന്മാർഗം സിദ്ധിച്ചവരാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ മുമ്പ് ഓതിയ ആയത്താണ്. കാല മൂസാ ലിഖൗമിഹി ഇസ്തഈനു ബില്ലാഹി വസ്ബിറു, മൂസ തൻ്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം, നിങ്ങൾ സബർ കൈക്കൊള്ളണം. സബറിന് ക്ഷമ എന്നുള്ള അർത്ഥത്തിലല്ല, എവിടെയാണോ നിൽക്കുന്നത് അവിടെ ബാക്ക് ഫുട്ട് അടിക്കാതെ അവിടെ പിടിച്ചു ഉറച്ചു നിൽക്കണം. ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, ഭൂമി ആർക്കും തീരെ ഇത് കൊടുത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ ഭൂമി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവർക്ക് അതിൻ്റെ അനന്തരാവകാശം കൊടുക്കും. അവിടെ നിർത്തിയില്ല. വലാഖിബത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് ഏറ്റവും ആത്യന്തികമായ വിജയം എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഈ മാസത്തെയും എല്ലാ മാസങ്ങളെയും ചരിത്ര സംഭവങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ ചാലിച്ച് മനസ്സിലാക്കുക. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.